നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചരിത്രത്തിന്റെ വിവിധങ്ങളായ സബ്ജക്റ്റുകൾ ഭാഗങ്ങൾ പഠിച്ചു വരികയായിരുന്നു. അതിൽ ചില ഭാഗങ്ങളുടെ രണ്ടാം ഭാഗം വരുവാനുണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റിയായി തന്നെ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസത്തിന്റെ ആദ്യ ഭാഗമാണ്. ബുദ്ധിസം വേദകാലഘട്ടം പോലെ തന്നെ വളരെ വലിയൊരു ടോപ്പിക്കാണ്. നിരന്തരമായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്ന പ്രദേശമാണ് ഈ പറയുന്ന ബുദ്ധിസം എന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിന്റെ ഭാഗങ്ങൾ നമ്മളിന്ന് പരിചയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിസത്തിലേക്ക് കടക്കാം. എന്താണ് ബുദ്ധിസം, ഏതാണ് ബുദ്ധിസം, എങ്ങനെയാണ് ബുദ്ധിസം ഉണ്ടായത് എന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കും. കാരണം ഭാരതത്തിൽ രൂപപ്പെട്ട ഒരു മതമാണ്. ഭാരതത്തിൽ വളർന്ന് ലോകത്തിലേക്ക് വ്യാപിച്ച ഒരു വലിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലീജിയനാണ്. ഇന്ന് അതിന് വിഭിന്നങ്ങളായ അപാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും. അതിനുശേഷം ചെറിയ ചെറിയ ടോപ്പിക്കുകളായി നമ്മൾ പാർട്ടായിട്ട് എടുക്കുന്നതായിരിക്കും. വലിയൊരു ക്ലാസ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ ടോപ്പിക്കിൽ ആദ്യം തന്നെ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. ആദ്യമായിട്ട് ബുദ്ധിസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റിലീജിയനാണ്. ഇന്ന് അത് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? ഇന്ന് ലോകത്തിന്റെ, പ്രത്യേകിച്ചും ഏഷ്യയുടെ സൗത്തിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ്. ഇന്ത്യയുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൗത്ത് ശ്രീലങ്കയിൽ ഒരു പ്രഡോമിനന്റ് റിലീജിയനാണ് ബുദ്ധമതം. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങൾ വരും? നമ്മുടെ കംബോഡിയ, ലാവോസ്, മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ പല സ്ഥലങ്ങളിലും ഇന്നുണ്ട്. ബുദ്ധിസം വളരെ പ്രഡോമിനന്റ് ആണ്. തായ്ലൻഡിൽ ഉൾപ്പെടെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന മതമാണ് ബുദ്ധിസം. ഇനി ബുദ്ധിസത്തിന്റെ വേറൊരു വേർഷൻ നമ്മുടെ ചൈനയിൽ പോലും ശക്തമായി തന്നെ നിൽക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായി നിലനിൽക്കുന്ന ഒരു മതമാണ് ബുദ്ധിസം. എന്താണ് ബുദ്ധിസത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധന്റെ ആശയങ്ങളും ഒപ്പം തന്നെ ബുദ്ധൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ലൈഫുമാണ്. അപ്പം ലൈഫ് എക്സ്പീരിയൻസും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സുമാണ് ഈ മതത്തിന്റെ അടിസ്ഥാനം. ഈ ഒരു ബേസിക് കണ്ടീഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക, ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ഇതൊരു കൺസെപ്ഷ്യൽ ഫാക്ട് ആണ്, ഒരു ഫാക്ച്വൽ ചോദ്യമല്ല, ഫാക്ച്വലായിട്ട് ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഒന്നാണ് പഠിക്കുന്നത് എന്നൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ ബുദ്ധിസം പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ബുദ്ധൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, ബുദ്ധൻ ഒരു രാജകുമാരനായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന രണ്ട് പേരുണ്ട്. അതിൽ ആദ്യത്തേതാണ് സാംഖ്യമുനി, രണ്ടാമതൊരു പേരുണ്ട് തഥഗാഥ അല്ലെങ്കിൽ താതഗാഥ. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. ഈ പേരിൽ അറിയപ്പെടുന്ന ആരാണെന്ന് GD എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ അവസാനത്തെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക്, ഏറ്റവും കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള GD ലെവലിലും ഒപ്പം തന്നെ നമ്മുടെ MDSന്റെ പരീക്ഷയ്ക്കും ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പസ്റ്റ് എക്സാമായ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ എക്സാമിനേഷനും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്, ബുദ്ധൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഗ്രേറ്റ് ഫിഗർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ്. ഒന്ന് സാംഖ്യമുനി, മറ്റൊന്ന് താതഗാഥ. ഈ രണ്ടു പേരും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നത് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം അതൊരു വലിയ ബൃഹത്തായ ക്ലാസ് ആയി പോകും. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത്രയൊക്കെ ചോദ്യം വരെയുള്ളൂ, അതിന്റെ ഇൻഡെപ്ത് ചോദ്യങ്ങളിലേക്ക് പോകില്ല. ഇനിയും ഇദ്ദേഹം ജനിച്ചത് 563 BC-യിലാണ്. അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, ഏതാണ്ട് 500 വർഷം മുമ്പാണ് ഈ മനുഷ്യൻ ജനിക്കുന്നത്. ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ലുംബിനിയാണ്. ഇത് കപിലവസ്തു ഡിസ്ട്രിക്റ്റിലാണ്, നേപ്പാളിലാണ്. നേപ്പാളിന്റെയും ബീഹാറിന്റെയും ബോർഡറിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ശ്രീബുദ്ധൻ ജനിച്ചത് BC 563-ലാണ്. സ്ഥലം ലുംബിനിയാണ്. ലുംബിനി എവിടെയാണ്? ലുംബിനി കപിലവസ്തുവിലാണ്. കപിലവസ്തു നിലവിൽ നേപ്പാളിലാണ്. കുറച്ച് ഭാഗം ഇന്ത്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൽ ഏത് സ്ഥലം ഓപ്ഷൻ ഉണ്ടെങ്കിലും ഉത്തരം ശരിയാണ്. രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷനേ വരാറുള്ളൂ. ഇനി രണ്ടും വന്നാൽ ഏതാണ് കറക്റ്റ്? ലുംബിനിയാണ് അതിലെ കറക്റ്റ്. അപ്പം ലുംബിനിയില് കപിലവസ്തു എന്ന് പറയുന്ന ജില്ലയിലാണ്. അപ്പൊ ഈ രണ്ടിലേതെങ്കിലും ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാകുക. അതിനുള്ള ശരിയായ ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നിയമം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നെയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിദ്ധാർത്ഥ ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മൾ. ഗൗതമ എന്ന പേരെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, അടുത്ത സ്ലൈഡിലുണ്ടത്, അതിൽ ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് സിദ്ധാർത്ഥ. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്.
സിദ്ധാർത്ഥൻ എന്ന ചൈൽഡ്ഹുഡ് നെയിമിൽ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് ബുദ്ധ. ഇനിയും ഇദ്ദേഹത്തിന്റെ അമ്മ ആരാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ശുദ്ധോദന മഹാരാജാവ്. ശുദ്ധോദന മഹാരാജാവ് മഹാരാജാവായിരുന്നില്ല, അദ്ദേഹം രാജാവ് മാത്രമായിരുന്നു. നമ്മൾ മഹാരാജാവ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ശാക ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായിരുന്നു. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഒരു റൂളർ എന്ന് കരുതുന്ന പോലെ ഒരു റൂളിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇതല്ല, സാഗ എന്നല്ല, സാംഖ്യ എന്നാണ് ശരിക്കുമുള്ള അതിന്റെ ഉച്ചാരണം. സാംഖ്യ ഗണയിൽ വരുന്ന ഒരു രാജാവായിരുന്നു. ഈ ഗണ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു രാജാവല്ല ഒരു രാജ്യത്തെ ഭരിക്കുന്നത്, മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് കിങ്സ് ആയിരിക്കും. ഒരു 5, 6, 7 അല്ലെങ്കിൽ 10, 15 വരുന്ന രാജാക്കന്മാർ ചേർന്നിരുന്ന് ഭരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ ഒരിക്കലും എന്തില്ല, ഒരു ഇൻഡിവിജ്വൽ കിങ് ഉണ്ടായിരുന്നില്ല. അത്തരം രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു രാജാവായിരുന്നു ഇദ്ദേഹം, ശുദ്ധോദന മഹാരാജാവ് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനിയും അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത് മഹാമായയാണ്. ഈ മഹാമായ എവിടത്തെയാണ്? ഇദ്ദേഹം കോസല ഡൈനാസ്റ്റിയിലെ രാജ്ഞിയായിരുന്നു. കോസല ഡൈനാസ്റ്റി, കോസല എന്ന് പറയുന്ന പേരൊക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം കോസലം എന്ന് പറയുന്നത് സീതയുടെ നാടായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്, അതും നേപ്പാളിലാണ്. അപ്പം ഇവിടുത്തെ റാണിയായിരുന്നു ആര്? കോസല റാണിയായിട്ടുള്ള മഹാമായ എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, അച്ഛന്റെ പേര് ശുദ്ധോദനൻ, അമ്മയുടെ പേര് മഹാമായ. പക്ഷെ ഈ മഹാമായ ബുദ്ധന് ജന്മം നൽകി 7 ദിവസം കഴിയുമ്പോൾ മരിച്ചു പോവുകയാണ്. പിന്നീട് ഇദ്ദേഹത്തെ വളർത്തുന്നതൊക്കെ ഗൗതമി എന്ന് പറയുന്ന ഒരു ധാത്രിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സഹോദരിയാണ്. മനസ്സിലായില്ലേ? ഇവരുടെ ഒരു സഹോദരിയാണ് വളർത്തുന്നത്. അതുകൊണ്ട് ഈ സഹോദരി വളർത്തിയ സഹോദരിയുടെ പേരിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഗൗതമൻ എന്നൊരു പേര് കിട്ടുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനിയും ഇദ്ദേഹത്തിന്റെ കുതിരയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഗൗതമ ബുദ്ധന്റെ ബാല്യകാലത്ത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു കുതിരയുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. കന്ദക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിയേണ്ടുന്ന ഒരു ഫാക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണത്, കന്ദക്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്, ഇദ്ദേഹം അതിനുണ്ടായ ഒരു ഫിസിക്കൽ ചേഞ്ച്. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് 29ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങൾ വരുന്നു. ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് ശോധര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഇദ്ദേഹത്തിന് മകൻ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ എന്നാണ്. അപ്പൊ ബുദ്ധമതത്തില് ബുദ്ധന്റെ പുത്രന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, അത് രാഹുൽ എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ലൈഫ് മുമ്പോട്ട് പോവുകയും സറൗണ്ടിങ്സിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ദുഃഖങ്ങൾ കണ്ട് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഇദ്ദേഹം തന്റെ 29ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ വീട് വിട്ടു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ 29ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോകുന്ന ഇദ്ദേഹം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വാണ്ടർ ചെയ്യുകയും ഇദ്ദേഹത്തിന് കൃത്യമായ ഒരു വ്യൂ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 35ാമത്തെ വയസ്സിൽ ഗൗതമ ബുദ്ധൻ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് ഒരു അറ്റൈൻമെന്റ് കിട്ടുന്നു. ഈ അറ്റൈൻമെന്റ് കിട്ടുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ ദ പ്ലേസ് ഈസ് ബോധ്ഗയയിലാണ് ഇദ്ദേഹത്തിന് അറ്റൈൻമെന്റ് കിട്ടുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. ബോധ്ഗയയിൽ വെച്ച് ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടാകുന്നു. അങ്ങനെ ബോധോദയം ഉണ്ടായ ശ്രീബുദ്ധൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ശിഷ്യന്മാരെയൊക്കെ അറ്റൈൻ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെറിമൺ നടത്തുന്നു. സെറിമൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം നടത്തുന്ന സ്പീച്ചാണ്. അതില് ലൈഫ് ഓഫ് വീൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ലൈഫ് ഓഫ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മനുഷ്യന്റെ പരിനിർവാണമാണ്. നിങ്ങൾ യോധ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്തൊരു ചക്രമിട്ട് കറക്കുന്നുണ്ട്. ഇത് ആ ഒരു ലൈഫിന്റെ അറൗണ്ടിങ്സിനെ ഡെപിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു സംഗതി എവിടെയാണ് നടന്നത് എന്ന് ചോദിക്കാറുണ്ട്. അത് സാരനാഥാണ്. ഈ സാരനാഥിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഈ സാരനാഥില് അശോകൻ പില്ലറുകളൊക്കെ സ്ഥാപിക്കാനിടയായതിന്റെ കാരണം ഇതുകൊണ്ടാണ്. അങ്ങനെ ഇന്ത്യയിലാണ് ഈ സാരനാഥിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ശ്രീബുദ്ധൻ അല്ലെങ്കിൽ ബുദ്ധ ഭഗവാൻ തന്റെ ആദ്യത്തെ സെറിമൺ കണ്ടക്ട് ചെയ്യുകയാണ്.
ഈ സെറിമൺ കണ്ടക്ട് ചെയ്തതോടുകൂടി ഈ സാരനാഥ് എന്ന് പറയുന്ന പ്രദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. ഈ പ്രദേശം നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ബുദ്ധന്റെ ഫസ്റ്റ് സെറിമൺ എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ ടീച്ചിങ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ബുദ്ധന്റെ ടീച്ചിങ്സ് എന്നുള്ളത്. അതില് പ്രധാനപ്പെട്ട നമ്മൾ എല്ലാവരും കേട്ടുള്ളതാണ് ആദ്യത്തെ ടീച്ചിങ്സ് ആണ് വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറ ആൻഡ് മിസറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകം ദുഃഖപൂർണമാണ് എന്നുള്ള ലോകത്തിന്റെ അടിസ്ഥാന കാരണം, അല്ലെങ്കിൽ ലോകം പൂർണ്ണമായും ദുഃഖജന്യമാണ് അല്ലെങ്കിൽ ദുഃഖ കാരണമാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ആണ് ഈ ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സോറോ, ആഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ എന്ത് പറ്റും? ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റും. ഇതാണ് ബുദ്ധന്റെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്. ഇനിയും അവസാനമായിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഒരു 8 മാർഗമുണ്ട്. അതിന് അദ്ദേഹം വിളിച്ച പേരാണ് 8 ഫോൾഡ് പാത്ത്. ഈ 8 ഫോൾഡ് പാത്ത് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നതാണ് റൈറ്റ് സ്പീച്ച്, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് റിമെമ്പറൻസ്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് തൻ്റെ ലൈഫിൽ നിന്ന് ദുഃഖത്തെ ഇല്ലാതാക്കാം എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇത്രയുമാണ് ബുദ്ധിസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്. ഇനി ധാരാളം ഫാക്ടുകൾ പുറകെ വരുവാനുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊരു ബുദ്ധമതമായിട്ടുള്ള ഔട്ട്ലൈൻ, കുറച്ച് ബേസിക് ഫാക്ടുകൾ കിട്ടും എന്ന് കരുതുന്നു. കുറച്ച് ചെറിയ ക്ലാസ്സുകളാകുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.